പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം മാക്സ് 999. MWC മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം മാക്സ് 999 പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിൽ നവീകരണത്തിന് തുടക്കം. ഫാം ടൂറിസം നിർമ്മാണ ഉദ്ഘാടനവും കൂൺഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് 5 കോടി രൂപ ചെലവിലാണ് നവീകരിക്കുന്നത്. ഫലവൃക്ഷ തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉൽപാദനവും വിപണനവും നടക്കുന്ന ഈ കേന്ദ്രം വർഷങ്ങൾക്ക് ശേഷമാണ് നവീകരണ പാതയിലേക്ക് കടക്കുന്നത്. 60കളിൽ സ്ഥാപിതമായി വിധങ്ങളായ കാരണങ്ങളാൽ അവഗണന നേരിട്ട സെൻട്രൽ ഓർച്ചാർഡിനെ പഴയ പ്രശസ്തിയിലേക്കും പ്രതാപത്തിലേക്കും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. കൃഷിമന്ത്രി പി പ്രസാദ് നവീകരണ പ്രവൃത്തികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാം ടൂറിസവും ഇവിടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സെൻട്രൽ ഓർച്ചാർഡിന്റെ ഉദ്ദേശ ലക്ഷ്യം നിറവേറ്റാൻ വകുപ്പിനും ജീവനക്കാർക്കും കഴിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. ഓർച്ചാർഡ് എന്തിനു വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് ആ കാര്യങ്ങൾ അതിൻ്റെ നേട്ടങ്ങൾ അവിടെ ഉണ്ടാവുകയും അത് ഉറപ്പാക്കുക എന്നുള്ളത് വകുപ്പിൽ അവിടെ നിയോഗിച്ചിരിക്കുന്ന ജീവനക്കാരുടെ കടമയും ലക്ഷ്യവും ആ തരത്തിലുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു. അത് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ്, ആ അർത്ഥത്തിൽ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ കൂൺഗ്രാമത്തിൻ്റെ കാര്യമാണ്. കേരളത്തിൽ 100 കൂൺഗ്രാമങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു. കേരളത്തിന് പരിചയമില്ലാത്ത ഒരു പദ്ധതിയായിരുന്നു. കൃഷി പരിചയമുണ്ട്, അപൂർവമായി പലയിടങ്ങളിലും തന്നെ കൃഷി ചെയ്തിരുന്നു. കൂൺ കഴിക്കാറുമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്വാഭാവികമായി പറമ്പിലും മറ്റും ചില മഴക്കാലത്തും ഇടിയുമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിലെല്ലാം സ്വയമേവ പറമ്പ് ഉയർന്നു വരുന്ന കൂണുകൾ പറിച്ചെടുത്ത് പഴയ തലമുറക്കാർ നല്ലവണ്ണം നോക്കി അതിനകത്ത് വിഷമില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുന്ന കൂണുകൾ നല്ല ഭക്ഷണമായി നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടുണ്ടാകും. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കൂൺഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വലിയ വരുമാനമുണ്ടാക്കാവുന്ന മേഖലയാണ് കൂൺ കൃഷിയെന്നും കർഷകർക്ക് നേരിട്ട് പരിശീലനം നൽകിയുള്ള പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഉത്തരവിറങ്ങണമെങ്കിൽ സർക്കാർ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ജിയോ നമ്മൾ പറയാം, അത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ്. ഞങ്ങൾ ജിയോ കൃഷിയിടത്തിൽ നിന്നാണ്. അപ്പൊ കർഷകർ ഒരു കാര്യം ഉന്നയിച്ചാൽ അത് 3 ദിവസത്തെ പരിപാടിയാണ് ഈ കൃഷി ദർശനം. ഈ 3 ദിവസത്തിനുള്ളിൽ സമാപനമാകുമ്പോഴേക്കും അതിന്റെ ഉത്തരവിറക്കാൻ പറ്റണമെന്നാണ്. സാധ്യമാവാത്ത കാര്യങ്ങളുണ്ടാവാം, അത് പിന്നീട് പുറകാലെ മതിയെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനൊരു പദ്ധതിയുടെ ഭാഗമായി പോകുമ്പോഴാണ് കണ്ണൂരിൽ വെച്ച് മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി ഗോപാലകൃഷ്ണൻ, എ ആനന്ദവല്ലി, MK ബേബി ഗിരിജ, വി രമണി, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു.